കൊടുക്കുന്ന കഥാപാത്രങ്ങൾ ഈ കരങ്ങളിൽ എന്നും സേഫ് ആയിരിക്കും. ഒറ്റപ്പേര് രാജ്ബി ഷെട്ടി സാർ, നമസ്കാരം. ഒരു ബോഡി ഷെയ്മിങ് പണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതെപ്പോഴും വരും. അതാണ് അവരുടെ തോട്ട്സ്. രാജ്ബി ഷെട്ടി എന്ന സിനിമ നടനെ ടെർബോ എന്ന സിനിമ വളർച്ചയിൽ എത്രമാത്രം ഗുണം ചെയ്തു? അത് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടി. എനിക്ക് നല്ല ഡയറക്ടറെ കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഫസലിനെ പറ്റി എന്താണ് പറയുക? ഹി ഈസ് മൈ ഫ്രണ്ട് ആൻഡ് ഐ ആം ഹിസ് ഫാൻ. അവരുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആവേശം തുടങ്ങുന്ന മുമ്പും അവർ ആക്ച്വലി മീറ്റ് ചെയ്തു. ഡ്രസ്സ് എങ്ങനെ ഉണ്ടാവും, സംസാര ശൈലി എങ്ങനെ ഉണ്ടാവും. നല്ല ഒബ്സർവർ ആയാൽ ഈസിലി ആക്ടർ ആവാൻ നമുക്ക് എളുപ്പം ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് വളരെ ടഫായിട്ടുള്ള സാധനമാണ്. സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞ് റിലീസ് എല്ലാം കഴിഞ്ഞിട്ട് കഥാപാത്രം വിട്ടുപോകാൻ നിന്നിട്ടുണ്ടോ? ഗരുഡഗമനത്തിന്റെ ശിവയെല്ലാം കുറച്ചും കൂടി എൻ്റെ ഉള്ളിൽ ഐ ഹാഡ് ദാറ്റ് എഫക്ട് ഫോർ എ ലോങ് ടൈം. ടോബിയുടെ എഫക്ട് ഉണ്ടായിരുന്നു. ആ വോയിസ്, ദ വേ വി വാക്ക്, ദ വേ വി റിയാക്ട്, അത് കുറച്ച് മാറും. അത് ഗരുഡഗമനത്തിന്റെ അമ്മയുടെ അച്ഛൻ്റെ 3 മക്കളാണെന്നാണ് ആൾക്കാർ പറയുന്നത്. ആരുടെ ഒരു അമ്മയുടെ അച്ഛൻ്റെ 3 മക്കൾ. ടെക്നീഷ്യൻ സൈഡ് അറിയാം, എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഭാഗമാകാനുണ്ടായ കാരണം എന്താണ്? ക്യൂരിയോസിറ്റി ആണ് അല്ലേ? എനിക്ക് പഠിക്കണം, പഠിക്കണം, അറിയണം. അതെ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല, അത് എനിക്ക് എക്സ്പ്ലോർ ചെയ്യുന്നു. എൻ്റെ വർക്കിൽ എപ്പോഴും തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും ഫെയില്യൂർ തന്നെ. I don't want to look bigger than what I am. I am absolutely not big. I am absolutely very ordinary human being and I am happy with it. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സെല്ലുലോഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. കൊടുക്കുന്ന കഥാപാത്രങ്ങൾ ഈ കരങ്ങളിൽ എന്നും സേഫ് ആയിരിക്കും. ഒറ്റപ്പേര് രാജ്ബി ഷെട്ടി സാർ, നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം. താങ്ക് യു. അങ്ങനെ രുദ്ര എന്ന സിനിമയുടെ ഒരു ആവേശത്തിൽ നമ്മൾ ഇരിക്കുക. അതെ, സാറിൻ്റെ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ എളിമ അല്ലെങ്കിൽ ഒരു താരമായിട്ട് പോലും ഡ്രസ്സിങ്ങിലാണെങ്കിലും ആളുകളോട് ഇടപെടുന്ന രീതിയിലാണെങ്കിലും ഇതിനൊരു മാറ്റമില്ലാത്തത് എന്താ? ഇന്ന് സിമ്പിളായിട്ടിരിക്കുന്നത്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു ടെക്നീഷ്യനാണ്. പിന്നെ എൻ്റെ ജോലി മാത്രം ഇത്. അത് വിട്ടാലും എൻ്റെ ഒരു ലൈഫുണ്ട്. അതിൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്ര മതി. ഐ ഡോണ്ട് വാണ്ട് ടു ബിക്കം സംതിങ് ബിഗർ ദാൻ വാട്ട് ഐ ആം നോട്ട്. ഐ ആം അബ്സല്യൂട്ട്ലി ഹാപ്പി വിത്ത് വാട്ട് എവർ ഐ ഹാവ് ഇൻ ലൈഫ്. അത് ഞാൻ ഫസ്റ്റ് പട റിലീസാകുമ്പോൾ ആ ഒരു ക്ലാരിറ്റിക്ക് വന്നു. ഒരു ലൈഫിയുടെ എസെൻസ് നമുക്ക് ലൂസ് ചെയ്താൽ അത് നമുക്ക് കിട്ടത്തില്ല. ഐ തിങ്ക് that's the reason I wanted to remain the way I am. I don't know whether I'll be corrupted in the future. I don't know. Let me try to be the way I am as long as possible. സാറേ, രുദ്ര എന്ന സിനിമയിലോട്ട് എത്തി വരുന്നത് എങ്ങനെയാണ്? അതോടൊപ്പം എന്താണ് പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ളത്? രുദ്രയുടെ ആക്ച്വലി ഇത് ഫസ്റ്റ് നെറേറ്റ് ചെയ്തത് എൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ മ്യൂസിക് ഡയറക്ടർ മിഥുൻ മുകുന്ദൻ. ഗരുഡഗമന, ടോബി എല്ലാം അവരെ ചെയ്തത്. അപ്പോൾ അവരെനിക്ക് സജസ്റ്റ് ചെയ്തു, രാജ് ചെയ്തൊരു പ്രോജക്റ്റ് വന്നിട്ടുണ്ട്, ഇത് ഇത് കേട്ട് നോക്ക്, ഇത് നല്ല പ്രോജക്റ്റ് ആണ്. അപ്പോൾ ഞാൻ നറേഷനക്ക് വിളിച്ചു. സോ നറേഷൻ ചെയ്യുമ്പോൾ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഉള്ള ഒരു കുഞ്ഞു പടമാണ്, ഒരു സർവൈവൽ ത്രില്ലർ. സോ ഐ റിയലി തോട്ട് ലൈക്ക് ഇഫ് വി വർക്ക് വെൽ ഇതൊരു നല്ല പ്രോജക്റ്റ് ആയിട്ട് മാറും. സോ അതാണ് എൻ്റെ ഫസ്റ്റ് ഈ പടത്തേക്ക് എൻ്റെ അട്രാക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഇതിൽ അപർണ ബാലമുരളിയുണ്ട്. ഷീ ഈസ് എ ഫാന്റാസ്റ്റിക് പെർഫോമർ. അപ്പോൾ നമുക്ക് ഒരു ഷ്യൂരിറ്റി ഉണ്ട്, പെർഫോമൻസിൽ നന്നായിട്ട് ചെയ്യുമോ എല്ലാവരും. അപർണ ബാലമുരളി ഉണ്ട്, വേറെ നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്. സോ ആ ഷ്യൂരിറ്റി എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഇതൊക്കെ ഓക്കെ പറഞ്ഞത്. ഞങ്ങൾ കാത്തിരിക്കുന്നു പടത്തിന് വേണ്ടി. സാറേ, നമ്മൾ തുടക്ക സമയം നോക്കുകയാണെങ്കിൽ റേഡിയോ ജോക്കിയിൽ തുടങ്ങി, ഷോർട്ട് ഫിലിം ചെയ്തു, വിധായകനായി, നടനായി. ഒരു നടൻ എന്ന നിലയിൽ അഭിനയം മാത്രം പോരെ. പക്ഷെ അവിടെ സാറിനെ നമ്മൾ വില കൂട്ടി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ടെക്നീഷ്യൻ സൈഡ് അറിയാം, എഡിറ്റിംഗ് ചെയ്തിട്ടുണ്ടല്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഭാഗമാകാനുണ്ടായ കാരണം എന്താണ്? ക്യൂരിയോസിറ്റി ആണ് അല്ലേ, ഇതെങ്ങനെ ചെയ്യുന്നത്, ഇതെന്താ. എനിക്ക് വളരെ ഫാസിനേഷനാണ്. എനിക്ക് പേര് വേണ്ട, ഓക്കെ, എഡിറ്റർ, അത് പേരല്ല. എനിക്ക് പഠിക്കണം, അറിയണം. അതെ എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല, അത് എനിക്ക് എക്സ്പ്ലോർ ചെയ്യുന്നു. ഓക്കെ, എൻ്റെ വർക്കിൽ എപ്പോഴും തുടങ്ങുമ്പോൾ ഞാൻ എപ്പോഴും ഫെയില്യൂർ തന്നെ. പിന്നെ ഞാൻ
പിന്നെ ഞാൻ എക്സ്പ്ലോർ ചെയ്യും അതെന്തിനാണ് ഫെയില്യൂർ ആയി, അതെന്തിനാ ഇങ്ങനെ ഞാൻ നനിച്ചത് വന്നിട്ടില്ല, അങ്ങനെയെല്ലാം ചിന്തിച്ചിട്ട് പിന്നെ ഞാൻ ഇമ്പ്രൂവ് ചെയ്യും. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് സാറ്റിസ്ഫൈങ് ഫാക്ടർ ടു ഇംപ്രൂവ് ആസ് എ ഹ്യൂമൻ ബീയിങ് ആൻഡ് ടെക്നീഷ്യൻ. അതുക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പടത്തേക്ക് വന്നത്. സോ ദാറ്റ് ഈസ് വൈ ഐ ആം ഹിയർ. ഡാൻസറാണ്, എഡിറ്ററാണ്, ആക്ടറാണ്? ഡാൻസർ ഒന്നുമില്ല, ഡാൻസറാണ്. സാറേ, അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചാൽ സാറിന് എന്തുത്തരം തരുമെന്ന് എനിക്കൊന്നും അറിയാം. അതായത് ആക്ടറാണോ കൂടുതൽ താല്പര്യം, ഡയറക്ടറാണോ കൂടുതൽ? ഡയറക്ടറുടെ കൂടുതൽ താല്പര്യം ആക്ച്വലി റൈറ്ററാണ്. ഫസ്റ്റ് റൈറ്ററാണ്, പിന്നെ ഡയറക്ടറാണ്. ആക്ടർ ലാസ്റ്റാണ്, ലാസ്റ്റിൽ ആക്ടറാണ്. ഈ സാറിൻ്റെ ഓരോ പടങ്ങൾ കാണുമ്പം സാറിൻ്റെതായ സിഗ്നേച്ചർ ഓരോ പടത്തിലും സാർ പതിപ്പിക്കാറുണ്ട്. നമ്മളെ തന്നെ കാണുന്ന പ്രേക്ഷകരെ തന്നെ ആവേശത്തിൽ തിയേറ്ററിൽ ഇരുത്താറുമുണ്ട്. അപ്പോൾ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മുടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. സാറ് തന്നെ മുട്ടയെന്ന ഇതിലൂടെ പറയുകയുണ്ടായി. അപ്പോൾ ഈ ഒരു ബോഡി ഷെയ്മിങ് പണ്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, അതെപ്പോഴും വരും. അതെന്താ വെച്ചാൽ സൊസൈറ്റി നമുക്ക് എല്ലാവരും ഇൻസെക്യൂരിറ്റിയിൽ സഫർ ചെയ്യുമല്ലേ. ചില ആൾക്കാർക്ക് അതിൻ്റെ എസ്കേപ്പാണ് വേറെ ആൾക്കാർക്ക് തമാശയാക്കുന്നത്, കളിയാക്കുന്നത്. അതിൻ്റെ അവരുടെ എസ്കേപ്പാണ്. ഇപ്പോൾ അവരുടെ കളിയാക്കിയാൽ ഞാൻ കുറച്ചും കൂടി വലുതാവും എൻ്റെ ഉള്ളിൽ. അതാണ് അവരുടെ തോട്ട്സ്. അങ്ങനെ അവരുടെ കോൺഷ്യസ്ലി ഇല്ലെങ്കിൽ അൺകോൺഷ്യസ്ലി അവർ ചെയ്യും. അത് കുഴപ്പമൊന്നുമില്ല. ഇനീഷ്യലി എനിക്ക് കുറച്ചും കൂടി വിഷമായി, പക്ഷെ പിന്നെ എനിക്കത് കോമഡിയായി. അതിന് വേണ്ടി ഞാൻ കോമഡി പടം എഴുതിയത്. അതിൽ ഞാൻ എൻ്റെ തമാശ ആക്കിയിട്ട് എൻ്റെ ലുക്സും കളിയാക്കിയിട്ട് ഞാൻ പടം എഴുതി. അത് നന്നായിട്ട് സക്സസ്ഫുൾ ആയി. ബിക്കോസ് എവറിബഡി റിലേറ്റഡ് ടു ഇറ്റ്. എവറിബഡി ഓക്കെ എനിക്ക് മുടിയില്ല. സാറിന് സംഭവിച്ച പോലെ തന്നെ കുറേ ആൾക്കാർക്ക് ആ കഥ റിലേറ്റ്. അതെ, ഇപ്പൊ എനിക്ക് മുടിയില്ല, പക്ഷെ വേറെ ആൾക്കാർക്ക് അത് അവർ മേ ബി ലൈക്ക് ഹി മൈറ്റ് ബി എ ലിറ്റിൽ ഒബീസ്, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിലവരുടെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവും, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, അത് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഏതായെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി എല്ലാ ആൾക്കാർക്കും ഉണ്ടല്ലേ. സോ ഐ തിങ്ക് ഇൻസെക്യൂരിറ്റി ഈസ് എ ബിഗ് ഫാക്ടർ ദാറ്റ് മേക്സ്. At the moment I spoke about it, I don't think anybody body shame. If somebody calls me motte or like കഷണ്ടി, എനിക്ക് അതിൽ ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. കറക്റ്റ് അല്ലേ? മുടിയില്ല. അന്ന് മുട്ടയെന്ന് വിളിച്ചവരിന്ന് കൈ അടിക്കുന്നില്ലേ? അതുണ്ട്, പക്ഷെ അതിക്ക് വേണ്ടി ചെയ്തതല്ല. എനിക്ക് സ്റ്റോറി അത് കിട്ടി അങ്ങനെ ചെയ്തത്. ഐ വാണ്ടഡ് ടു ചേഞ്ച് പീപ്പിൾ. അങ്ങനെയല്ല. ഇത് സിനിമ നമ്മുടെ ഇമേജ് ബിൽഡിങ്ങിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ള ഒരു സാധനമല്ല. സിനിമ വലുതാണ്. സിനിമ നമ്മുടെ ലൈഫ് എക്സ്പ്ലോറേഷൻ ആണ്. ഈ സിനിമയെ പറ്റി പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് വന്നതാണ്, സിനിമയ്ക്ക് നമ്മളെയല്ല നമുക്ക് സിനിമയാണ് ആവശ്യം എന്ന് പറയുന്നതിനോട് എന്ത് പറയുന്നു? ഒന്നുമില്ല. ആക്ച്വലി നമുക്ക് ജീവിക്കാൻ എന്താ ആവശ്യമുണ്ട് അതാണ് ഇമ്പോർട്ടൻറ്റ്. സിനിമയുടെ എനിക്ക് വലിയ ഒരു പോസിബിലിറ്റിയാണ്. ഇതിൽ എനിക്ക് ലൈഫ് ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വേറെ വേറെ ആൾക്കാരുടെ മീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം. അതൊരു പക്ഷെ ഡോക്ടറിനോ വക്കീലിനോ കിട്ടത്തില്ലായിരിക്കും അല്ലേ? അവർ കിട്ടും, പക്ഷെ അവർക്ക് ഒരു ആസ്പെക്ട് മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പൊ ഡോക്ടർക്ക് പേഷ്യന്റ് അവന്റെ പാത്തോളജിക്കൽ ഹിസ്റ്ററി മാത്രമേ അറിയത്തുള്ളൂ. അവന്റെ ഡിസീസിന്റെ ഇൻഫർമേഷൻ കിട്ടും, പക്ഷെ അവന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ കിട്ടത്തില്ല. ഇവിടെ അങ്ങനല്ല. ഇപ്പൊ ഇന്നാലെ ഞാനൊരു ഷൂട്ടിൽ ആക്ടിങ് ചെയ്തുകൊണ്ടുണ്ട്. ബ്രേക്കിൽ ഞാൻ പോയിട്ട് ലൈറ്റ്മെന്റ് കൂടെ സംസാരിച്ച് നീ ഇങ്ങനെ ഇവിടെ വന്നു, നീ എന്തിനാ ഈ ജോലി എടുത്തു, സോ നിന്റെ ലൈഫ് ഗോൾ എന്താ. അപ്പോൾ എനിക്ക് വേറെ വേറെ ആസ്പെക്ട് ഓഫ് ഇത് കിട്ടും. ഡോക്ടർ അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. ഒരു മേക്കർ, ഒരു ആക്ടർ, ഒരു ഫിലിം മേക്കർ അത് ചോദിക്കാൻ പറ്റും. ബിക്കോസ് എവറിബഡി ഹു വർക്ക്സ് ഇൻ സിനിമ ഇൻഡസ്ട്രി ദേ ആർ ഓൾമോസ്റ്റ് റിലേറ്റീവ്സ് ടു ഹിം. മൊത്തത്തിലൊരു സകലകല വല്ലവനാണ്. അങ്ങനെ ഒന്നുമില്ല. സാറിന് സിംപ്ലിസിറ്റി കേട്ടോ സാറിന്റെ വിജയം തന്നെ ഒത്തിരി എനിക്കറിയില്ല. സോ മേ ബി ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മോസ്റ്റ്ലി ഹി ഈസ് ലൈക്ക് അസ് ബിക്കോസ് ഐ ആം ലൈക്ക് ദം. ദാറ്റ്സ് ഓൾ. ദർ ഇസ് നത്തിങ് ബിഗർ ഓർ എനിത്തിങ്. ദർ ഇസ് നോ സീക്ക് ആൻഡ് ഐ എം നോട്ട് ലൈക്ക് ദിസ് ബിക്കോസ് ഐ വാണ്ട് പീപ്പിൾ ടു അക്സെപ്റ്റ്. അങ്ങനെ ഒന്നുമില്ല. ഇതാണ് ഞാൻ, ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്ക് വേറൊരു ഞാനാകാൻ പറ്റത്തില്ല. അല്ല, ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ. ഐ എം ഓൺലി ദിസ് മച്ച്. രാജ്ബി ഷെട്ടി എന്ന സിനിമ നടനെ ടെർബോ എന്ന സിനിമ വളർച്ചയിൽ എത്രമാത്രം ഗുണം ചെയ്തു? നന്നായിട്ട് ഗുണം ചെയ്തു. എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ ഒരു കമേഴ്ഷ്യൽ പ്രോജക്റ്റിൽ അങ്ങനത്തെ റോൾ ചെയ്തിട്ടില്ല. അതുക്കും അതിൻ്റെ ഒരു സ്കിൽ സെറ്റ്സ് ഉണ്ട്. ഇപ്പം നോർമലി റിയലിസ്റ്റിക് മൂവി ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും കമേഴ്ഷ്യൽ മൂവി പോയിട്ട് നമുക്ക് റോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു മീറ്റർ ഉണ്ട്, അതിൻ്റെ ഒരു റിതം ഉണ്ട്, അതിൻ്റെ ഒരു ഡെലിവറി ഉണ്ട്. അതെനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ
അതിൻ്റെ ഉള്ളിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതൊക്കെ വേണ്ടി ഞാൻ ചെയ്തത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടി. എനിക്ക് നല്ല ഡയറക്ടറെ കിട്ടിയാൽ എനിക്ക് ചെയ്യാൻ പറ്റും. സോ അത് ഗുണമല്ലേ? തീർച്ചയായിട്ടും. ഒരു നടന്റെ വിജയം എന്ന് പറയുന്നത്, ഒരു സിനിമ നടൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അഭിനയം എന്ന് പറയുമ്പോൾ ഒരു കളരി പോലെ, അതിനൊരു അന്ത്യമില്ല. സാറ് തന്നെ പറയുന്ന പല ഇന്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോ സിനിമയും ഓരോ എക്സ്പീരിയൻസ് 100%. അത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ രുതിരമിന്റെ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ കണക്കിൽ ഞാൻ ചെയ്തത്. അത് ഓഡിയൻസിക്ക് അക്സെപ്റ്റ് ആവോ ഇല്ലേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിപ്പോൾ റിലീസിക്ക് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരുടെ കമൻറ്റ്സ് വരും, ക്രിട്ടിക് വരും, റിവ്യൂ വരും, ഇതിങ്ങനെ ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ്, ഇതിങ്ങനെ ചെയ്താൽ ഇതിങ്ങനെ പോവും, ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് വേറെ പടത്തേക്ക് യൂസ് ആവില്ല. ഇത് ഇപ്പോൾ കഴിഞ്ഞ് മാത്യുയുടെ ക്യാരക്ടർ പോയി, വേറെ ക്യാരക്ടർ ചെയ്യുമ്പോൾ പിന്നൊരു തവണ നമ്മൾ ട്രൈ ചെയ്യും. അപ്പോൾ പിന്നൊരു തവണ ഓഡിയൻസിന്റെ മുമ്പ് വരും, പിന്നെ അവർ മാർക്ക് എഴുതും, ഇതിങ്ങനെ ചെയ്തു, ഇതിങ്ങനെ ചെയ്തു. This keep on trying something which we don't know. That's the beauty of cinema. അത് only in cinema this can happen. സാറിൻ്റെ അഭിനയം പലതവണ കാണുമ്പോഴും ഞങ്ങളുടെ മലയാളത്തിൻ്റെ മുത്ത് സാറ് പോലെ തന്നെ ഞങ്ങൾക്ക് ഒരു നടനുണ്ട്, ഫഹദ് ഫാസിൽ. ഫഹദ് ഫാസിലിനെ പറ്റി എന്താണ് പറയുക? He is my friend and I am his fan. ഫഹദ് ഫാസിലിനെ കണ്ട അത്ഭുതം എന്തൊക്കെയായിരിക്കും? അവരുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇപ്പോൾ ആവേശം തുടങ്ങുന്ന മുമ്പും അവർ ആക്ച്വലി മീറ്റ് ചെയ്തു. അത് ക്യാരക്ടർ കന്നഡിക ഇല്ലെങ്കിൽ അവർ ബാംഗ്ലൂരുടെ ഒരു റൗഡി അല്ലേ, അവരുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടാവും, സംസാര ശൈലി എങ്ങനെ ഉണ്ടാവും, അവർക്ക് ഞാൻ അവിടുത്തെ ആള്, അതൊക്കെ വേണ്ടി അവർ എൻ്റെ മീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറയുമ്പോൾ അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ആ ക്യാരക്ടർ. ആവേശം സിനിമയുടെ തുടക്കത്തിൽ സാറിന് മീറ്റ് ചെയ്തു. അതെ. സോ അവർക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പോൾ ഇനീഷ്യൽ സ്ക്രിപ്റ്റ് സ്റ്റേജിലുണ്ട്, ആ പ്രോജക്റ്റ്. അപ്പം അവർക്ക് ക്യൂരിയോസിറ്റി. ഇപ്പോൾ അത്ര അച്ചീവ് ചെയ്തിട്ടുള്ള ആക്ടർക്ക് അത്ര ഒരു ക്യൂരിയോസിറ്റി ഇരിക്കുന്നത് അത് ആക്ച്വലി അത്ഭുതമാണ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ ടു ഹാവ് such curiosity for an actor who has such great body of work. That shows is a fantastic actor and fantastic human being. സന്തോഷം. താങ്ക് യു. സാറ് മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം മമ്മൂക്ക. അതെ. മമ്മൂക്ക എന്തെങ്കിലും ഉപദേശങ്ങളോ പാഠങ്ങളോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലി ആക്ടിങ്ങിൻ്റെ വിചാരത്തിൽ ഞാൻ പല ക്വസ്റ്റ്യനുകൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ കുറേ ക്യാരക്ടേഴ്സുകൾ എങ്ങനെ അവർ അപ്രോച്ച് ചെയ്തു, അവർ ഇപ്പോൾ ഞാൻ ചോദിച്ചു പണ്ട് മുതൽ എന്താ ആക്ടിങ് സ്റ്റൈലിൻ്റെ ഡിഫറൻസ്, ഇപ്പോൾ എന്താ ഡിഫറൻസ്, അതെ മാറ്റം എന്താ ശൈലിയും മാറ്റം. അപ്പോൾ അവർ പറഞ്ഞു അപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ചെറുതായിട്ട് ആക്ടിങ് സ്റ്റൈലിൽ ലൗഡ്നെസ് ഉണ്ടായി. ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് ഗോൺ നൗ, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഗോൺ നൗ. ബട്ട് ഹൗ ടു യൂസ് ഇറ്റ്, ഹൗ മച്ച് ടു യൂസ് ആൻഡ് എവറിഥിങ്, the way he thinks about every character is very beautiful. It can only come with such body of work, such great experience. I think he's an asset to Malayalam industry for sure. ഒരു മാറ്റവും ഇല്ല. സാറേ, ഒരു അഭിനയം എന്ന് പറയുമ്പോൾ ശരീരശൈലിയാണെങ്കിലും സംസാര ശൈലിയാണെങ്കിലും കണ്ണുകൊണ്ടുള്ള അഭിനയമാണെങ്കിലും മൊത്തത്തിലെല്ലാം വേണം. ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ നടനാകാൻ ആഗ്രഹിക്കുന്നു, സിനിമയിൽ വരുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ വരുവാൻ പറ്റുന്നില്ല, അല്ലെ വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അവർക്കെല്ലാം കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? എപ്പോഴും ഒരു ടീമിൻ്റെ കൂടെ ഇൻവോൾവ് ആയാൽ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടിൽ ഇപ്പോൾ നോർമലി ഒരു ആക്ടർക്ക് എപ്പോഴും ഒരു വലിയ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യണം. പക്ഷെ ആ വലിയ ഡയറക്ടർ എന്തിനാ ഈ പുതിയ പയ്യന്റെ കൂടെ വർക്ക് ചെയ്യണം? അത് അവർക്ക് വലുത് വേണം. അപ്പൊ വലിയ ഡയറക്ടർ വലുത് വേണമല്ലേ, അത് അവർ അങ്ങനെ തോട്ട് പ്രോസസ് പോവില്ല. എപ്പോഴും അവരുടെ ചുറ്റുപാടിലുള്ള നല്ല ഷോർട്ട് ഫിലിം മേക്കർ അവരുടെ കൂടെ അപ്രോച്ച് ആയാൽ നമുക്ക് എന്തായാലും പ്രോജക്റ്റ് നമുക്ക് ഒരുമിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ അപ്രോച്ച് ആയാൽ ഒരു നല്ല പ്രോജക്റ്റ് നല്ല ടീം അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അതിൽ നമുക്ക് ഫിലിം ചെയ്യാൻ പറ്റും. So directly going to some director and approaching and waiting for him to give a chance, nobody will give unless you are absolutely supremely talented. Even if you are supremely talented, sometimes the right project should come. For example, I imagine I am a great actor
and then there is a project where I need to look like Hrithik Roshan. I cannot act in that. Of course. I cannot act in that, even if I am absolutely talented. So it should be like right moment, right talent and right character. അപ്പോൾ മാത്രമേ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റൂ. So if they know that, they will actually involve with all the good short filmmakers. Only good short filmmakers will someday will become filmmakers. ക്ഷമ വേണം. അത് വേണു. പക്ഷെ അത് വേണു. പിന്നെ ഒബ്സർവേഷൻ. ഇപ്പോൾ how the body moves, ആൾക്കാർ എങ്ങനെ മൂവ് ചെയ്യൂ, സംസാരിക്കുമ്പോൾ ആളുടെ പേടി ഉണ്ടെങ്കിൽ എങ്ങനെ വരൂ. സോ അവരുടെ ചുറ്റുപാടിൽ എങ്ങനെ ഡെയിലി നടന്നുകൊണ്ടിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷെ അത് കാണില്ല അവരുടെ റെഫറൻസ് പടങ്ങൾ മാത്രം. എൻ്റെ ആക്ടർ ഫഹദ് ഫാസിലാണ്, എൻ്റെ ആക്ടർ ലാലേട്ടനാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടിൽ വേറെ വേറെ ആൾക്കാരുണ്ടല്ലേ, അവരുടെ ശ്രദ്ധിക്കാതെ പോകുന്നവരിൽ വരെ ക്യാരക്ടർ കാണും അല്ലേ. അത് നമുക്ക് ഇപ്പോൾ ഓൺലി ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ നീഡ് ടു ബിക്കം എൻ ആക്ടർ, ദാറ്റ്സ് ദ റീസൺ ഐ നീഡ് ടു ഒബ്സർവ്. അങ്ങനെയല്ല. ഇപ്പോൾ നിങ്ങൾ നല്ല ഒബ്സർവർ ആയാൽ ഈസിലി ആക്ടർ ആവാൻ നമുക്ക് എളുപ്പം ഉണ്ടാവും. ഇല്ലെങ്കിൽ അത് വളരെ ടഫായിട്ടുള്ള സാധനമാണ്. സാർ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ ഓരോന്നും വ്യത്യസ്തമാണ്. ഇതുപോലെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞ് റിലീസ് എല്ലാം കഴിഞ്ഞിട്ട് കഥാപാത്രം വിട്ടുപോകാൻ നിന്നിട്ടുണ്ടോ? അത്ര ഡേയ്സ് ഒന്നുമില്ല. പക്ഷേ ഗരുഡഗമനത്തിൻ്റെ ശിവയെല്ലാം കുറച്ചും കൂടി എൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഐ ഹാഡ് ദാറ്റ് എഫക്ട് ഫോർ എ ലോങ് ടൈം. ടോബിയുടെ എഫക്റ്റ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. വോയിസ് ഇല്ലെങ്കിൽ ഐ മീൻ ദ വേ വി വാക്ക്, ദ വേ വി റിയാക്ട്, അത് കുറച്ച് മാറും. ഇല്ലെങ്കിൽ ചില സമയത്തിൽ നമുക്ക് ഇപ്പോൾ വാച്ച് ഇല്ലെങ്കിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമുക്കത് 30 days 50 days യൂസ് ചെയ്താൽ അതിൻ്റെ ശേഷം നമുക്ക് സംസാരിക്കുമ്പോൾ ഇത് വരൂ, ഈ പ്രോപ്പർട്ടി അത് വരൂ, അത് നോർമലായിട്ട് വരൂ. ബട്ട് ദാറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദ ജോബ്. ബട്ട് യു നീഡ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. സാറിനെ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഞങ്ങളുടെ ക്രൂവിലെ ഒരു ക്യാമറമാനെ ഒന്ന് വിളിച്ചോട്ടെ. പ്ലീസ് സാർ. ഇപ്പം ഗരുഡഗമനയിലായാലും നമ്മളിപ്പം കാണും, ഇപ്പം ശിവ ഹരി അവരുടെ ഒരു ആദ്യത്തെ ഒരു ഒബ്സഷൻ സമയം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഹരിക്ക് ശിവയോടൊരു ഒബ്സഷൻ വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ശിവയോടുള്ള അല്ലെങ്കിൽ ഹരിക്ക് ശിവയോടുള്ള പ്രയോറിറ്റി മാറി പിന്നെ വേറെ ഒരാളൊക്കെ പോകുന്ന സമയത്തായാലും താങ്കൾ കാണിച്ചൊരു അതൊരു മൈന്യൂട്ട് സാധനമാണ്. അത് പൊതുവെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒരു റൈറ്റിംഗ് കാര്യങ്ങളൊന്നും. അതിലേക്ക് എത്തിപ്പെട്ട എങ്ങനെയായിരുന്നു ആ ഒരു രീതി? നമ്മുടെ ലൈഫിൽ നോർമലി അങ്ങനെ നടക്കില്ലേ. അത് ആ ഐഡിയ എനിക്ക് വന്നത് ഞാൻ ഒന്നുമുട്ടയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഓഫീസൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ബോട്ട് നിൽക്കുന്ന ഒരു ഡോക്ക് ഉണ്ട്. അവിടെയാണ് ഞാൻ ഒരു ബോട്ടിൻ്റെ താഴ് ഒരു കുറച്ച് സ്പേസ് ഉണ്ടല്ലേ, മഴ, നല്ല മഴ, അതിൻ്റെ താഴ് ഞാൻ വലിയ വലിയ ബോട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു 4-5 ഡോഗ്സ് എല്ലാം എനിക്ക് ഫ്രണ്ട്സായി അവിടെ. പിന്നെ അതിൽ ഒരു ഡോഗ് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു. അതിലൊരു ഡോഗ് എൻ്റെ കൂടെ കുറച്ച് പോസസീവായി. അപ്പോൾ ഇനീഷ്യലി തുടങ്ങുമ്പോൾ ആരെങ്കിലും വന്നാൽ ഇവൾ ബാർക്ക് ചെയ്യും, കുറയ്ക്കും അല്ലേ. അപ്പോൾ ഞാൻ എനിക്ക് സന്തോഷമായി, സംബഡി ഈസ് ഗാർഡിങ് മീ അങ്ങനെ. പിന്നെ അവളുടെ സ്വഭാവം അത് ഇൻറ്റൻസ് ആയിട്ട് പോയി. അവൾ കടിക്കാൻ പോയി. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇല്ല, വന്നാൽ മതി. ഓക്കെ. അപ്പോൾ എൻ്റെ കൂടെ വന്നു. ഇപ്പം ഞാൻ എങ്ങനെ ഇത് സോൾവ് ചെയ്യണം? അവൾ ചെയ്യുന്നത് എൻ്റെ സ്നേഹത്തിലാണ്. പക്ഷെ she doesn't understand that whatever she is doing is harming us and harming me. But she is loving me. ഇതിന് സൊല്യൂഷൻ എങ്ങനെ? എനിക്ക് ഉറക്ക് പോയി ചിന്തിച്ചിട്ട് മനസ്സിലായി അതൊക്കെ സൊല്യൂഷൻ ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ എലിമെന്റ് എനിക്ക് ഇൻറ്റൻസ് ആയിട്ട് ബാധിച്ചു. അതാണ് പറഞ്ഞത്, ഒബ്സർവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു വളരെ സട്ടിലായിട്ടുള്ള ഒരു ഫാക്ടറാണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വാട്ട് വിൽ ബി ദ ഡിസിഷൻ യു ടേക്ക്? ദാറ്റ് മെയ്ഡ് മീ ഐ കുഡന്റ് ആൻസർ ദാറ്റ് അറ്റ് ഓൾ. ആ സിറ്റുവേഷൻ ആക്ച്വലി ഹരിക്ക് പോയത്. ശിവ അങ്ങനത്തെ ക്യാരക്ടർ അല്ലേ, ഹി ലവ്സ് ഹിം സോ മച്ച്, ബട്ട് ഹി സ്റ്റാർട്ട്സ് ബൈറ്റിംഗ്, ഹി സ്റ്റാർട്ട്സ് ഹാർമിങ്. അപ്പോൾ അവൻ എന്താ ഡിസിഷൻ എടുക്കുന്നത്? സോ ദാറ്റ് ഈസ് ദ ആക്ച്വൽ. സാർ, പിന്നെ ആസ് എ ഡയറക്ടർ സാറിന് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വർക്ക്, ഐ മീൻ സാർ ഇതുവരെ ചെയ്തതിൽ സാർ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് മനസ്സിൽ ഓർത്തിരിക്കാൻ വർക്ക് ചെയ്തായിരിക്കും? അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ചെയ്യുന്ന ഓരോ കഥാപാത്രം ഇഷ്ടപ്പെട്ടു അത്രേ ഉള്ളൂ. ഞാൻ ഡയറക്ഷനിൽ ചെയ്തിട്ടുള്ള ഇതുവരെ എല്ലാ പടം ഐ എം 100% സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് എന്താ അറിയുക, ഇപ്പോൾ
ഗരുഡ ഒന്ന് മുട്ടേ കഥ ചെയ്യുമ്പോൾ എൻ്റെ മെച്യൂരിറ്റി എങ്ങനെ ഉണ്ടായി, ഇപ്പോൾ കുറച്ചും കൂടി മാറ്റം വന്നിട്ടുണ്ടാവും. പക്ഷെ അന്നത്തെ ടൈമിൽ അത്ര മാത്രമേ എനിക്ക് തെരിയത്തുള്ളൂ. സോ വാട്ട് എവർ ഐ നോ ഐ ഹാവ് ഇൻവെസ്റ്റഡ് കംപ്ലീറ്റ്ലി. സോ ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദാറ്റ്. ഐ എം അബ്സല്യൂട്ട്ലി ഹാപ്പി ആൻഡ് അബ്സല്യൂട്ട്ലി ഇൻ കണ്ടന്റ്. പക്ഷേ ഞാൻ ഒരു പടം ഡബ്ബിംഗ് ആയിട്ട് അതിൻ്റെ ഡബ്ബിംഗ് അല്ല, അത് മിക്സിംഗ് മാസ്റ്ററിംഗ് ആയിട്ട് പടം കണ്ടാൽ പിന്നെ നമ്മുടെ ഈ പ്രീമിയർക്കും ഇല്ലെങ്കിൽ ഫസ്റ്റ് ഷോക്ക് കാണുന്നില്ലേ, അത് കണ്ടാൽ പിന്നെ ഞാൻ എപ്പോഴും പടം തിരിച്ചു കാണൂല. കാണത്തില്ല. അതെന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും, അത് ലാസ്റ്റ് ഡേ ആണ്, എൻ്റെയും പടത്തിൻ്റെയും ലാസ്റ്റ് ഡേ. ഇനി ഏത് ബന്ധവും ഇല്ല. ബിക്കോസ് ഐ ഹാവ് കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റഡ് മൈസെൽഫ്. ഇത് കംപ്ലീറ്റ് ആയി, എനിക്ക് കംപ്ലീറ്റ് ആയി. അത് ഹിറ്റായാലും ഇല്ലെങ്കിലും എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ്. സോ അപ്പോൾ താങ്ക് യു സോ മച്ച്. അതാണ് എൻ്റെ ലാസ്റ്റ് താങ്ക് യു സോ മച്ച് ഡേ. ആസ് ആൻ ആക്ടർ സാറിന് ഏറ്റവും ഇൻസ്പയർ ചെയ്ത ആക്ടർ ഇതായിരിക്കും, അല്ലെ ആസ് എ ഡയറക്ടർ ആരായിരിക്കും സാറിന് ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്? എനിക്ക് ഫസ്റ്റ് ആക്ടറായിട്ട് വളരെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ടറാണ് നമ്മുടെ റോബർട്ട് ഡിനിറോ. അവരുടെ അതിൻ്റെ ഡയറക്ടറും മാർട്ടിൻ സ്കോർസെസയുടെ പടങ്ങളിൽ അവർ കാണുമ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷനൊക്കെ വന്നു, ഇത് റിയലാ ഇല്ലെങ്കിൽ ഇത് ആക്ടിങ്ങാ. അതുവരെ ഞാൻ അങ്ങനത്തെ ആക്ടിങ് യൂസ്ഡ് ആയിട്ടില്ല. അവരുടെ റേജിംഗ് ബുൾ പറഞ്ഞിട്ട്, ടാക്സി ഡ്രൈവർ പറഞ്ഞിട്ട് പടങ്ങളുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ഐ കുഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ഈസ് ഹി ആക്ടിങ് ഇറ്റ്. എങ്ങനെ സാധിക്കുന്നത് എനിക്കറിയില്ല അത്. അപ്പോൾ that made me thinking as an actor, oh my god, somebody is doing so very well. So I didn't plan to become an actor at that time. എനിക്ക് ആക്ടർ ആവണം അങ്ങനത്തെ ഇതല്ല. പക്ഷെ അവർ കാണുമ്പോൾ ഇതെങ്ങനെ ചെയ്തത്, വാട്ട് ഈസ് എ സ്റ്റൈൽ, അപ്പോൾ പഠിച്ചു. ഓക്കെ, വാട്ട് ഈസ് എ സ്റ്റൈൽ, ഇങ്ങനത്തെ സ്കൂൾസ് എല്ലാം ഉണ്ട്, ഏതെല്ലാം സ്കൂൾസ് ഉണ്ട്, അവരുടെ ടെക്നിക്സ് എന്തെല്ലാം ഉണ്ട്, അതെല്ലാം ഞാൻ പഠിച്ചു. ബട്ട് മേർലൻ ബ്രാൻഡോ ഇല്ലെങ്കിൽ നമ്മുടെ റോബർട്ട് ഡിനിറോ ആണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആക്ടേഴ്സാണ്. ഹാപ്പി ആയില്ലേ? ഇപ്പം ഒരു ടീം വർക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ 2 ചിത്രങ്ങളൊന്ന് കാണിച്ചോട്ടെ, അതിൽ ഓർമ്മ വരുന്നൊന്ന് പങ്കുവെക്കാം. യെസ് പ്ലീസ്. അത് ഗരുഡ ഗമനത്തിന്റെ അമ്മയുടെ അച്ഛൻ്റെ 3 മക്കളാണെന്നാണ് ആൾക്കാർ പറയുന്നത്. ആരുടെ? ഒരു അമ്മയുടെ അച്ഛൻ്റെ 3 മക്കൾ. അതെ, കന്നഡ ഇൻഡസ്ട്രിയുടെ 3 മക്കൾ. അതെ. സോ അത് നമ്മുടെ ഗരുഡ ഗമനത്തിന്റെ പ്രസ് റിലീസാണ്. മോസ്റ്റ്ലി പ്രസ് റിലീസിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ പ്രീമിയർ ഷോ. അതിൽ പ്രസന്റ് ചെയ്തത് ആ പടത്തെ പാരമ സ്റ്റുഡിയോസ് ആണ്. രക്ഷു ഷെട്ടി ഡയറക്ഷൻ ചെയ്ത ഞാനാണ്, ആക്ടിങ് ചെയ്ത ഞാനും ഋഷഭും. അങ്ങനെ 3 പേരും അവിടെ ഉണ്ട്. സോ അത് ഫസ്റ്റ് ഡേ ഇതാണ്. ഏറ്റവും സന്തോഷം തോന്നുന്നൊരു ചിത്രം കൂടെ കാണിച്ചോട്ടെ. അതെ പ്ലീസ്. എന്താ വെച്ചാൽ ചിത്രം വന്നത് എങ്ങനെയാ? അത് എന്താ വെച്ചാൽ ഞാൻ ഒരു ഷൂട്ടിക്ക് പോയി റീസെന്റ് ആയിട്ട്. അത് കൊള്ളേകാലാണ്. അവിടെ അവരുടെ നാട്ടില് ചില പാർട്ടില് നെറ്റ്വർക്ക് ഇല്ല, അവര് TV ഇല്ല, കറണ്ട് ഇല്ല, അങ്ങനത്തെ പാട്ടാണ്. അപ്പോ നമ്മുടെ കാരവൻ അവിടെ പോയി. അപ്പോൾ പോകുമ്പോൾ അവർക്ക് ആക്ടേഴ്സ് പറഞ്ഞാൽ അവർക്ക് ഒരു വേറെ ഒരു ഇത് അവര് പിന്നെ എനിക്ക് കുട്ടികൾ എനിക്ക് വളരെ ഇഷ്ടപ്പെടും. സോ ദേ ബിക്കെയിം മൈ ഫ്രണ്ട്സ്, ദേ ആർ റോമിങ് അറൗണ്ട് വിത്ത് മീ. സോ ഞാൻ പോയിട്ട് ഡ്രസ് ചേഞ്ച് പോവാത്ത ആള് വരും, അപ്പോൾ അവിടെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി അവർക്ക് ഉള്ളിൽ വന്നിട്ട് എന്താ ഉണ്ടെന്ന് കാണുമെന്ന്. അങ്ങനെ ഉള്ളിൽ വരണോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞു. അപ്പോൾ 3 പേര് കുറേ പിള്ളേരുണ്ടായി. So 3 പേരുകളുടെ ഉള്ളിൽ കൊണ്ടുപോയി. So when they saw it, the way they saw it was mesmerizing, because I was a kid like that at one particular time. I don't think I have the same curiosity now. But അവരുടെ കണ്ണിൽ കാണുമ്പോൾ അവരുടെ ക്യൂരിയോസിറ്റി ഉണ്ട്, കണ്ണിനൊരു തിളക്കമുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമായി. അതിന്റെ ഫോട്ടോ ആണ് അത്. ഇതിലും വലിയ മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ച സ്വപ്നങ്ങളിൽ മാത്രം ഇല്ല. അവരുടെ ഇന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതിൽ ഇന്നൊരു കുട്ടി, അവന്റെ they are so happy just with the light. അതെ, അവന്റെ ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് എപ്പോഴും കാണൂല. അത് ഐ തിങ്ക് ഐ എം സോ ഹാപ്പി ടു സീ them. പിന്നെ I really love to speak to them because I have lost something. സാർ, കന്നഡയിൽ തന്നെ ഒരു പ്രത്യേക ഡാൻസ് ഉണ്ടല്ലോ, ഒന്ന് പറയാമോ? ഗരുഡ ഗമന. അത് ടൈഗർ ഡാൻസ്. അതെന്താ വെച്ചാൽ അത് എങ്ങനെ തുടങ്ങി പറഞ്ഞാൽ, പണ്ട് മുതൽ ഈ ആൾക്കാർക്ക് സംടൈംസ് ജനിച്ചപ്പോൾ ഒരു ഡിസേബിലിറ്റി ഉണ്ടാവും. അപ്പോൾ നേർച്ച എടുക്കും അവരുടെ പേരൻസ്.
എന്താ വെച്ചാൽ എൻ്റെ കുട്ടി ഇപ്പോൾ അതൊക്കെ ഐ മീൻ ഇറ്റ് കനോട്ട് വാക്ക്, ബട്ട് ഇഫ് ഇറ്റ് ക്രോൾസ് ആൻഡ് ഇഫ് ഇറ്റ് ഗെറ്റ്സ് അപ്പ് ആൻഡ് ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് സ്റ്റാൻഡിങ് ആൻഡ് ഇഫ് ഇറ്റ് സ്റ്റാർട്ട്സ് വാക്കിംഗ്, ഐ വിൽ മേക്ക് ഇറ്റ് യുവർ ടൈഗർ. അവിടെ മംഗളാപുരത്തിന്റെ പേര് വന്നത് മംഗളാദേവി ടെമ്പിളിലാണ്. മംഗളാദേവിയുടെ മംഗളാപുരം. ഓക്കെ, അപ്പോൾ അങ്ങനെ നീ അവരുടെ ലെഗ്സിനും കൈക്കും ശക്തി കൊടുത്താൽ നിന്റെ ടൈഗറായിട്ട് അവള് പുലി ഐ മീൻ അവളുടെ വാഹനല്ലേ. സോ നിന്റെ മുമ്പ് ഡാൻസ് നമുക്ക് നൃത്തം ചെയ്യാം. അത് നേർച്ചയാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ടൈഗർ ഡാൻസ് ആണ്. അത് ഞാൻ സിനിമയിലും കൊണ്ടുവന്നു. അതെ, കൊണ്ടുവന്നു. സാറിന്റെ ഈ സൗന്ദര്യത്തിന്റെ ഹെൽത്തിന്റെ രഹസ്യം എന്തോ? സൗന്ദര്യം ഉണ്ടാ? സൗന്ദര്യം അറിയില്ല. ഹെൽത്ത് ഞാൻ അങ്ങനെ ടെൻഷൻ എടുക്കൂല. പിന്നെ ജനറ്റിക്കലി ഞാൻ പോസിബിളി ഗിഫ്റ്റഡാ. എന്താ വെച്ചാൽ ഞാൻ എത്ര കഴിച്ചാലും വെയിറ്റ് കൂടൂല. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഒരു നടന് ശരീരഭംഗി ഒരു ഘടകമാണോ? ചില സമയത്തിലാണ്. ഇപ്പോ അതേ പറഞ്ഞു ഞാൻ, ഇപ്പോ ഒരു ഗ്ലാഡിയേറ്ററുടെ ഒരു പടമാണ്. അതിൽ ഞങ്ങൾ ഇപ്പോ ഞാൻ ഒരു വേരിയറാണ്. അപ്പൊ ആ വാരിയർ ആയിട്ട് കാണാൻ എന്റെ ബോഡിയും അതിന്റെ പാർട്ടല്ലേ. അപ്പോ അതൊക്കെ ബോഡിയും ഒരു പാർട്ട്. ഇപ്പോ അതേ ഒരു നമ്മുടെ ഇപ്പോ ഒന്ന് മുട്ടയാക്കത്തെ അതിൽ അവൻ കഷണ്ടി ആവണം. അതും ഇമ്പോർട്ടൻ്റ് അല്ലേ. അത് ഇന്നെങ്കിൽ മാത്രം ആ പ്രോജക്റ്റ് റിലേറ്റ് ആവും. ബോഡി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സിനിമ. പക്ഷെ ബോഡി ഷേമിങ് ഈസ് നോട്ട്. എനി ബോഡി ഈസ് അബ്സല്യൂട്ട്ലി ഫൈൻ ഫോർ ഡിഫറെൻറ്റ് പേർപ്പസസ്. ഇന്ന് സാർ ആഗ്രഹിച്ച ലെവലിൽ എത്തി നിൽക്കുന്നു. ഒരു കാലഘട്ടത്തിൽ കന്നഡയിലുള്ള സമയത്തും എൻ്റെ ലെവലിൽ എൻ്റെ റേഞ്ചിൽ എനിക്ക് എത്തണം, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യണം, അന്ന് ചിന്തിച്ച സമയത്ത് ചിന്തിച്ചിരുന്ന ഈ ഒരു ലെവലിൽ എത്തുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. എപ്പോഴും ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴും ചിന്തിക്കില്ല. എന്നെ ആ ലെവൽ പോകണം, ഈ ലെവൽ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ജസ്റ്റ് ഐ ആം വെരി ഹാപ്പി. ഐ ഡു വാട്ട് എവർ മേക്സ് മീ ഹാപ്പി. അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഭാഗ്യമല്ലേ ഇവിടെ വന്നു, ഇവിടെ ഇരുന്നിട്ട് ഐ എം പ്രൊമോട്ടിങ് എ ഫിലിം ആൻഡ് ഐ വാണ്ടഡ് ടു ബിക്കം എ ബൈക്ക് മെക്കാനിക്. ലൈഫ് ഹാസ് ഗിവൺ മീ എവറിത്തിങ്. ഒരുപക്ഷെ നടനല്ലായിരുന്നെങ്കിൽ എന്തായി? എനിക്കറിയില്ല, എന്തായെങ്കിലും കുഴപ്പമില്ല. ബട്ട് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ് വിത്ത് ഓൾ ദ ലവ്. ഈ ലൈഫിൽ ഹാപ്പി കണ്ടെത്തുന്നത് എങ്ങനെയാണ് മനസ്സിലാവും? എന്താ വെച്ചാൽ എൻ്റെ ഒരു കാലഘട്ടത്തിൽ എൻ്റെ സാലറിയാണ് 4,500. അപ്പോഴും ഇപ്പോഴും പ്രോബ്ലം ലൈഫിടെ സെയിം ആണ്. ലൈഫിടെ നാളെ നമുക്ക് നന്നായിട്ട് പോവും, അതാണ് എക്സ്പെക്റ്റേഷൻ. അത് നടക്കൂല എന്ന് മനസ്സിലായി. നാളെ അല്ല, നാളെ ശരിയാവില്ല. ഐ മീൻ വിത്ത് എവറിത്തിങ് ഐ തിങ്ക് വി നീഡ് ടു ബി ഹാപ്പി ടുഡേ. ഇന്നെന്ത് ചെയ്യാൻ പറ്റും അത് മാത്രമല്ലേ. സാറേ, രുദ്രം സിനിമ പ്രേക്ഷകർ കാണാൻ പോകുമ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? ഇതൊരു സിമ്പിൾ സർവൈവൽ ത്രില്ലറാണ്. ചെറുതായിട്ട് ആക്ഷൻ അത് ഇത് അല്ലാണ്ട് എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പുതിയ ദിഗ്ദർശകനല്ലേ ഡയറക്ടർ പറഞ്ഞാൽ അല്ലേ, ഒരു ഓണസ്റ്റ് എഫേർട്ടാണ്. സോ കിരൺ പിന്നെ ജിഷോ എല്ലാവരും എഴുതിയിട്ടുള്ള പ്രോജക്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർ VS ലാലൻ, അവരൊരു നല്ല മനുഷ്യൻ, പിന്നെ നല്ല പ്രൊഡ്യൂസർ, ഒരു നല്ല പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? സോ ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് ഷെയർ ഇറ്റ്. ഞങ്ങൾ കാത്തിരിക്കുന്നു. അവസാനമായി ഞങ്ങളുടെ ലാലേട്ടനോടൊപ്പം ഒരു പടം കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. കാണാൻ എപ്പോഴും അറിയില്ല എനിക്ക്. അപ്പം പടം നല്ല സക്സസ്ഫുൾ ആവട്ടെ. കോസ്റ്റ്യൂമിന്റെ രഹസ്യം എന്തോ? കോസ്റ്റ്യൂം ഇത് ഒരു പക്ഷെ ഒന്ന് ചിന്തിക്കാം. താരനടനായി ആളുകൾ ഇഷ്ടപ്പെടുന്നു, അപ്പൊ കോസ്റ്റ്യൂമിലൊക്കെ ഒരു മാറ്റം വരുത്താമെന്ന് ചിന്തിക്കും. അപ്പോഴും ഇങ്ങനൊരു കോസ്റ്റ്യൂമിലോട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഒരു കോസ്റ്റ്യൂം മാറ്റിയാൽ ഐ നീഡ് ടു മെയിൻറ്റെയിൻ ഇറ്റ്. അതെനിക്ക് വേണ്ട. അതല്ല പ്രയോറിറ്റി. എൻ്റെ ഉള്ളിൽ ഇതല്ല. ഞാൻ ഏത് കോസ്റ്റ്യൂമിൽ അവനിക്ക് എങ്ങനെ കാണും അത് ഇമ്പോർട്ടൻ്റ് അല്ല എനിക്ക്. എനിക്ക് എത്ര കംഫർട്ട് ഉണ്ട്, ഞാൻ എത്ര ഹാപ്പി ഉള്ളിലുണ്ട്, അത് മാത്രമാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ലുക്ക് ബിഗർ ദൻ വാട്ട് ഐ ആം. ഐ ആം അബ്സല്യൂട്ട്ലി നോട്ട് ബിഗ്. ഐ ആം അബ്സല്യൂട്ട്ലി വെരി ഓർഡിനറി ഹ്യൂമൻ ബീയിങ് ആൻഡ് ഐ ആം ഹാപ്പി വിത്ത് ഇറ്റ്. ഇപ്പോൾ ഇറങ്ങിയ മലയാള സിനിമയിൽ കൂടുതൽ മനസ്സിനെ സ്പർശിക്കുകയും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പടം ഏതായിരിക്കും? ഞാൻ റീസെൻ്റ്ലി ഇത് കണ്ടു, നമ്മുടെ കിഷ്കിന്ദ കണ്ടു. ഒരു നല്ല റൈറ്റിംഗ്, നല്ല ഫിലിം, വെരി ഗുഡ് സിനിമ, വെരി ഗുഡ് സിനിമ. പിന്നെ നമ്മുടെ ത്രില്ലറുടെ ഒരു മുഖച്ഛായ മാറ്റിയിട്ടുള്ള ഒരു പടമാണ്. വെരി ബ്യൂട്ടിഫുൾ സിനിമ.
അപ്പോൾ സാറേ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നു പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. അപ്പം പ്രേക്ഷകരോടും എല്ലാം സന്തോഷം പ്രേക്ഷകരുടെ ഭാഗത്തു നേരുന്നു. അപ്പം എല്ലാവിധ ആശംസകളും മുന്നോട്ടുള്ള ജീവിതത്തിൽ നേരുന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്.